ഇന്നലെ രാജസ്ഥാൻ റോയൽസ് ലക്നൗ IPL പോരാട്ടം. രാജസ്ഥാൻ ബാറ്റ് ചെയ്യുന്നു. മത്സരത്തിലെ 19-ാം ഓവറിൻ്റെ അവസാന പന്ത് സഞ്ജു സാംസൺ എന്ന രാജസ്ഥാൻ നായകൻ സിക്സറിന് പറത്തി വിജയാഘോഷത്തിൻ്റെ എവറസ്റ്റ് കൊടുമുടി കയറാൻ ആരാധകർക്ക് അവസരമൊരുക്കി. ആ സിക്സ് രാജസ്ഥാൻ വിജയത്തിലേക്കും ഗാലറിയിലേക്കും മാത്രമല്ല പറന്നിറങ്ങിയത്, അത് പ്രതീക്ഷയുടെ ഗാലറിയിലേക്ക് പറന്നിറങ്ങുക തന്നെയായിരുന്നു. T20 ലോകകപ്പിനായുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായി സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന ആരാധകരുടെ സ്വന്തം സഞ്ജു ചേട്ടൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുടെ സിക്സർ. കഴിഞ്ഞ കുറേ കാലമായി തോന്നുന്നൊരു കാര്യമുണ്ട്. അവഗണന എന്ന വാക്കിന് ഏറ്റവും പുതിയൊരു പര്യായ പദം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ അതിനധികം തിരയേണ്ട കാര്യമില്ല. ആ പദം സഞ്ജു എന്ന് തന്നെയായിരിക്കും. ഇന്ത്യൻ ടീമിൽ അവസര നിഷേധത്തിൻ്റെ ഇരുണ്ട കാലം സംഭവിക്കുമ്പോഴും അവൻ സ്വയം രാഗി മിന്നിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ബാറ്റിംഗ്, കീപ്പിംഗ്, ക്യാപ്റ്റൻസി മികവ് കൊണ്ട് അവൻ മറ്റേത് കാലത്തെക്കാളുമേറെ ഇന്ത്യൻ ടീമിൽ ഇടം അർഹിക്കുകയാണ്. ലക്നൌവിനെതിരായ മത്സരത്തിൽ വിജയ റൺ കുറിച്ചതിന് ശേഷം സഞ്ജു ആകാശത്തിലേക്ക് ബാറ്റ് ഉയർത്തി സന്തോഷത്തിൽ നിറഞ്ഞ് ഒന്ന് അലറുന്നുണ്ട്. ഒരുപക്ഷെ സഞ്ജുവിൽ നിന്ന് ഇതുവരെ ഉണ്ടാകാത്ത തരം ഒരു ആഘാത പ്രകടനം. അത്രമേൽ അനിവാര്യമായ വിജയവും അനിവാര്യമായ അർദ്ധ സെഞ്ചുറിയും നേടിയതിൻ്റെ ആവേശം മുഴുവൻ നിറഞ്ഞു നിന്ന ആഘാത പ്രകടനം തന്നെയായിരുന്നു. ഈ 33 പന്തിലെ 71 റൺസ് സഞ്ജുവിനെ ഓറഞ്ച് ക്യാപ്പ് റേസിൽ വിരാട് കോഹ്ലിക്ക് പിന്നിൽ 385 റൺസുമായി രണ്ടാം സ്ഥാനത്തെത്തിച്ചു. 9-ൽ 8 വിജയിച്ച് രാജസ്ഥാൻ ഒന്നാം സ്ഥാനം ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ചു. തന്നെ ലോകകപ്പ് ടീമിൽ നിന്ന് തഴയാൻ ഒരവസരവും തരില്ലെന്ന വാശിയിൽ ബാറ്റ് വീശുന്ന സഞ്ജു പ്രകടനം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണവൻ. അവനുവേണ്ടി വാദിക്കാൻ ലോബികളില്ല. അവനുവേണ്ടി ശബ്ദമുയർത്തിയത് അവൻ്റെ ബാറ്റ് തന്നെയാണ്. പിന്നെ ഗാലറിയിൽ തിങ്ങിക്കൂടുന്ന ആരാധകരും. വൈറ്റ് ബോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പന്ത് മികച്ച റെക്കോർഡുകൾ സ്വന്തമാക്കാതെ പോയിട്ടും സഞ്ജു തുടർച്ചയായി പരിഗണിക്കപ്പെടാതെ പോകുമ്പോഴും അവൻ പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയിട്ടേയില്ല. അവൻ പരിശീലനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. IPLൽ വലിയ പേരുള്ള ടീമുകളിൽ നിന്ന് അവസരം ലഭിക്കുമ്പോഴും അവൻ രാജസ്ഥാനൊപ്പം തന്നെ നിന്നു. രാജസ്ഥാൻ പോലെ ഒരു ചെറിയ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്നതിലാണ് സന്തോഷമെന്ന് അവൻ ഉറക്കെ പറഞ്ഞു. ഒരു മികച്ച ടീം മാനായി നിലകൊണ്ടു. ഈ IPLൽ റണ്ണടിച്ചു കൂട്ടിയാൽ മാത്രമേ ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കാൻ എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്ന തിരിച്ചറിവുള്ള സഞ്ജു പക്ഷെ സ്വാർത്ഥനാകാതെ സഹതാരം ജയ്സ്വാളിൻ്റെ സെഞ്ചുറിക്ക് വേണ്ടി ബൗണ്ടറികൾ നേടാതെ സിംഗിളുകൾ നേടി സഹതാരത്തിനായി കളിക്കുന്നതുമുണ്ട്. മത്സരത്തിൻ്റെ സങ്കീർണമായ അവസരത്തിലും തോൽവിയിലേക്ക് പോകുമെന്ന് തോന്നുമ്പോഴും പ്രകോപിതനാകാതെ നിന്ന് താരങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി അവൻ വിജയം സ്വന്തമാക്കി. തോൽവി സംഭവിച്ചപ്പോൾ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുത്ത് പലപ്പോഴും മറ്റൊരു ക്യാപ്റ്റൻ കൂളായി മാറി സഞ്ജു. അതുകൊണ്ട് തന്നെയാണ് ഹർഭജൻ സിംഗ് ഇന്ത്യൻ ലോകകപ്പ് ടീമിലേക്ക് സഞ്ജു ഉണ്ടാകണമെന്നും രോഹിത്തിന് ശേഷം ഇന്ത്യയെ നയിക്കാൻ സഞ്ജുവിനെ ഗ്രൂം ചെയ്യണമെന്നും പറഞ്ഞത്. താനാണ് ഇന്ത്യൻ ടീം സെലക്ടറെങ്കിൽ ലോകകപ്പിനുള്ള ടീമിൽ ആദ്യ താരങ്ങളിൽ ഒരാളായിരിക്കും സഞ്ജു എന്ന് മുൻ ഇംഗ്ലണ്ട് താരം കെവിൻ പീറ്റേഴ്സണും ഐ ലവ് വാച്ചിങ് സഞ്ജു ബാറ്റ് എന്ന് ഇർഫാൻ പത്താനും സഞ്ജുവിന് ലോകകപ്പ് ടീമിൽ ഇടം കൊടുക്കണമെന്ന് യൂസഫ് പത്താനും പറയുമ്പോഴും ഇന്ത്യൻ സെലക്ടർ അജിത് തകാക്കറും സംഘവും എന്തു തീരുമാനിക്കുമെന്ന് കണ്ടത്. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴുമായി സഞ്ജുവിന് T20 ഇന്ത്യൻ ടീമിൽ ലഭിച്ച അവസരങ്ങൾ സഞ്ജു കാര്യമായി ഉപയോഗിച്ചില്ല എന്നത് ശരി തന്നെയാണ്. പക്ഷേ അവസരം കിട്ടിയ ഏകദിന മത്സരങ്ങളിൽ അവൻ തുടർച്ചയായി തിളങ്ങുകയും സെഞ്ചുറി പ്രകടനം ഉണ്ടാക്കുകയും ചെയ്തു. ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിന് മുകളിൽ KL രാഹുലിനാണ് സാധ്യതയെന്ന് വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ സഞ്ജു ടീമിൽ ഉണ്ടാകേണ്ടതായുണ്ട്. കാരണം എതിരാളിയെ ഭയക്കാതെ ഏതു നിമിഷവും ആക്രമിച്ചു തുടങ്ങാൻ കരുത്തുള്ള, സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ നേരിടാൻ കരുത്തുള്ള ഒരാൾ T20 ലോകകപ്പ് ടീമിൽ ഉണ്ടാകേണ്ടതായുണ്ട്. അത് അനിവാര്യതയാണ്. ഇന്ത്യൻ ടീമിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളെപ്പറ്റി വലിയ വാർത്തകൾ ഇത്തരത്തിൽ ഉണ്ടാകുമ്പോഴും ആരോടും മത്സരിക്കാൻ താനില്ല. എൻ്റെ കുറവുകളും മേന്മകളും തനിക്കറിയാം. തന്നോട് തന്നെയാണ് മത്സരമെന്നാണ് സഞ്ജു പറയുന്നത്. T20 ടീമിൽ പക്വതയോടെ അഗ്രസീവായി കളിക്കുന്ന താരങ്ങളാണ് വേണ്ടത്. ബോൾ വന്നാൽ വലിച്ചടിക്കണമെന്ന് പറഞ്ഞ സഞ്ജുവിൽ നിന്ന് മാറി പക്വതയോടെ എന്നാൽ അഗ്രസീവായി തന്നെ കളിക്കുന്ന ബാറ്ററായുള്ള സഞ്ജുവിൻ്റെ മാറ്റം ഈ IPLൽ ലോകം കണ്ടതാണ്. 161.08 താരത്തിൻ്റെ ഈ IPLലെ നിലവിലെ സ്ട്രൈക്ക് റേറ്റ്. വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിലും ക്യാപ്റ്റന്മാരിലും ഏറ്റവും ഉയർന്നത്. ഇനിയും സഞ്ജുവിന് ലോകകപ്പ് ടീമിലെ സ്ഥാനം ഇല്ലാതായാൽ അത് ഏറ്റവും വലിയ അനീതിയാകുമെന്ന് ഉറപ്പാണ്. ടീമിലെ ഏത് പൊസിഷനിലും കളിക്കാനാകുന്ന താരം, വിക്കറ്റ് കീപ്പറായും അല്ലാതെ ഫീൽഡറായും തിളങ്ങാനാകുന്ന താരം. സഞ്ജുവിനെ വിക്കറ്റ് കീപ്പർ ബാറ്ററായി ടീമിലേക്ക് പരിഗണിക്കുന്നതിനൊപ്പം ബാറ്ററായും ടീമിലേക്ക് പരിഗണിക്കേണ്ടതായുണ്ട്. എല്ലാത്തിനും ഉത്തരം മെയ് 1 മുൻപായി അറിയും. 15 അംഗങ്ങളും 5 റിസർവ് താരങ്ങളുമാണ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലുണ്ടാവുക. രോഹിത്തും കോഹ്ലിയും സൂര്യകുമാർ യാദവും ബുംറയും ടീമിൽ സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞു. ഇനിയുള്ളത് ആരൊക്കെ? ഇന്ത്യൻ ടീം തിരഞ്ഞെടുപ്പ് അതൊരു വലിയ തലവേദനയാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ സഞ്ജുവിന് അനുകൂലമായി കാര്യങ്ങൾ മാറുന്നതിനായി കാത്തിരിക്കും.